എ പത്മകുമാർ എന്ന CPIM-ന്റെ മുൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും MLA ആയിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയുടെ ബിസിനസ് പാർട്ണർ കൂടിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. പത്മകുമാറിന്റെ അറസ്റ്റോടു കൂടിയാണ് ശബരിമലയിലെ കൊള്ള എന്തുമാത്രം വലുതായിരുന്നു, ഭയാനകമായിരുന്നു എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നത്. അവിടെ ചില നിലവറകളിൽ വലിയ തോതിലുള്ള അഡ്ജസ്റ്റ്മെന്റ് നടന്നിരുന്നു എന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. ഗൂഢാലോചനകൾ പല വിധത്തിൽ നടന്നു. പല ഉദ്യോഗസ്ഥരും ഇനി കുടുങ്ങാനുണ്ട്. ഇത് എത്തി നിൽക്കാൻ പോകുന്നത് കടകംപള്ളി സുരേന്ദ്രനെതിരായാണ്. കടകംപള്ളി സുരേന്ദ്രൻ്റെ അറസ്റ്റോടുകൂടി ഒരു വലിയ വഴിത്തിരിവ് സംഭവിക്കും. അത് വോട്ടെടുപ്പിന് മുമ്പ് സംഭവിക്കാതിരിക്കാൻ സർക്കാർ പഠിച്ച പണി 18 നോക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 2 ഘട്ടത്തിലുള്ള വോട്ടെടുപ്പാണുള്ളത്. ഡിസംബർ 9ഉം 11ഉമായാണ് ആ 2 ഘട്ടം, 7 ജില്ലകൾ വീതം. ഈ 2 ഘട്ടം കഴിയുന്നത് വരെയെങ്കിലും അറസ്റ്റ് നീട്ടിവെക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അതിനുവേണ്ടിയുള്ള ഒരു പ്രഷറൈസേഷൻ, അതിനുവേണ്ടിയുള്ള നീക്കങ്ങളാണ് സർക്കാർ തലത്തിൽ നിന്ന് നടക്കുന്നതെന്ന് പ്രഥമ ദൃഷ്ട്യാ തെളിയിക്കപ്പെടുന്ന സാഹചര്യമാണിത്. കാരണം ഇത്രയേറെ തെളിവുണ്ടായിട്ടും എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്നില്ല? അദ്ദേഹം ഇതിനെക്കുറിച്ച് മാധ്യമങ്ങളോട് വിശദീകരിച്ചത്, ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങളിൽ മന്ത്രിയുടെ ടേബിളിലേക്ക് ഫയൽ വരാറില്ല എന്നാണ്. എന്ത് വിചിത്രമായ വാദഗതിയാണ് കടകംപള്ളി ഉയർത്തുന്നതെന്ന് ആലോചിക്കണം. കടകംപള്ളിയുടെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നുമല്ല. മണിച്ചന്റെ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ തോതിൽ മണിച്ചൻ എന്ന അബ്കാരി കോൺട്രാക്ടർ തൻ്റെ പറ്റുബുക്കിൽ ആർക്കൊക്കെ ആയിരുന്നു വലിയ തോതിൽ സഹായഹസ്തങ്ങൾ നടത്തിയത്, ആർക്കൊക്കെയാണ് പണം എണ്ണിക്കൊടുത്തത് എന്നതിൽ വളരെ വിശദമായി കടകംപള്ളി സുരേന്ദ്രൻ്റെയും ആനത്തലവട്ടം ആനന്ദൻ്റെയും ഒക്കെ പേര് യഥാവിധി എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകളും ഇതിൻ്റെ ചുവടായി വരികയാണ്. അതങ്ങനെയാണ്. കുടുങ്ങുമ്പോൾ എല്ലാ കേസും കൂടി ഒരുമിച്ച് മണ്ടയ്ക്ക് വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. കടകംപള്ളി സുരേന്ദ്രനെതിരെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചു വരികയാണ്. 2016, 2021 കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം ദേവസ്വം സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ എ പത്മകുമാറിൻ്റെയും വാസുവിൻ്റെയും അതുപോലെ തന്നെ മുരാരി ബാബുവിൻ്റെയും ഒക്കെ അറസ്റ്റുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തെളിവെടുപ്പും അതുപോലെ തന്നെ നടൻ ജയറാമിനെ തെളിവെടുപ്പിനായി കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരികയാണ്. പത്മകുമാറിൻ്റെ അറസ്റ്റോടുകൂടി 2 കാര്യങ്ങൾക്ക് വ്യക്തത വന്നു. ഒന്ന്, ഈ അന്വേഷണം മന്ത്രിതലത്തിലേക്ക് പോകും. 2, ഇതിനകത്ത് ഉൾപ്പെടുന്നത് മുതിർന്ന IAS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ദേവസ്വം വകുപ്പുമായി കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴെത്തട്ടിൽ മുതൽ മുകളറ്റം വരെ ഉള്ളവരുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വലിയ മണി ഹെയ്സ്റ്റ് തന്നെയാണ് നടന്നിരിക്കുന്നത് എന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യമാണ് എന്നതാണ് ഈ അന്വേഷണ സംഘത്തിൽ നിന്നും നമുക്ക് ഇത്രയും നാളോടുകൂടി കണ്ടെത്താൻ കഴിഞ്ഞത്.